രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മീനൻ രാശിക്കൂറാണ്. അവരെയും ഈ ഏഴര ശനിയുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ ഉയർന്ന ജോലി, സാധാരണ ഒരു ജോലിക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് നമ്മുടെ ബോസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എപ്പോഴും ചീത്ത പറയും, നമ്മൾ എന്ത് ചെയ്താലും അതിന് കുറ്റം കണ്ടുപിടിക്കും, അങ്ങനെയൊക്കെ അവർ ചെയ്യും. പക്ഷേ ഏഴര ശനിയാണെന്ന് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് അവിടെ ജീവിക്കണം. പിന്നെ അതുമല്ല, ഇവിടെ 6ലാണ് നമ്മുടെ വ്യാഴം കേതു നിൽക്കുന്നത്. 6ൽ കേതു നിൽക്കുന്നത് നല്ലതാണ്. എത്രയൊക്കെ ശത്രുക്കളുണ്ടെങ്കിലും അതിനൊക്കെ ഹനിക്കാൻ പറ്റും. പക്ഷെ വിദേശത്ത് താമസിക്കുന്നവരാകുമ്പോഴും ഒരു സുഖമുള്ള അന്തരീക്ഷമായിരിക്കില്ല. എന്നാലും പിടിച്ചു നിൽക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. 4ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. അപ്പോൾ കുടുംബക്കാരൊക്കെ ആയിട്ട് ഇത്തിരി ഭിന്നിച്ച് നിന്നാലും ഇപ്പം നല്ല ശോഭനമായിട്ടുള്ള ഫലങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ രേവതി നക്ഷത്രക്കാർക്ക് നല്ലതാണ്. രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. രോഗങ്ങളെ സംബന്ധിച്ച് ടെൻഷൻ, ശിരസ് സംബന്ധമായ രോഗം ഉണ്ടാവാം, കാലിലുണ്ടാവാം. ഈ മീനത്തിലാണ് നമ്മുടെ ജലമയമാണല്ലോ മീനൻ രാശി. അപ്പം നീര് സംബന്ധമായ രോഗം ഉണ്ടാവും. അതൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമുക്ക് മരുന്നുകൾ കഴിക്കാൻ കൃത്യമായിട്ട് കഴിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 വർഷക്കാലം ഇവിടെ ഉണ്ടല്ലോ. മാർച്ച് തുടങ്ങി 2.5 വർഷമുണ്ട്. അപ്പോൾ അതിൽ രോഗങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിക്കണം. 6ൽ കേതു നിൽക്കുമ്പോൾ മൂത്ര സംബന്ധമായ രോഗങ്ങളെ ഉണ്ടാക്കും. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ രേവതി നക്ഷത്രക്കാർ. പക്ഷെ അവരുടെ കർമ്മത്തിലൊന്നും അവർക്ക് കുഴപ്പമില്ല. കർമ്മം അവിടെ വ്യാഴം 4-ലായതുകൊണ്ടും കർമാധിപതി വ്യാഴനായതുകൊണ്ടും കർമ്മത്തിലല്ല. സാമ്പത്തികമായിട്ട് പുരോഗതിയൊക്കെ ഉണ്ട്. പക്ഷെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നവർ, അവരുടെ മുകളിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് കുറച്ച് ദോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ ബിസിനസ്സുകാരാണെങ്കിലും അവർക്ക് പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കൈവിട്ട് പോവും നമ്മുടെ കയ്യിൽ നിന്ന്. നമ്മളിപ്പോൾ ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അത് എടുത്ത് ചാടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതൊന്നും ആലോചിക്കാൻ നമ്മളൊരു സമയം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ലൊരു ഫലം മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതാണ് രേവതി നക്ഷത്രക്കാർക്കും ഈ ഒരു വർഷത്തെ ഫലം.